ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിളിമീൻ ഫ്രൈ ആണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു കിളിമീൻ ഫ്രൈയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു രീതിയിലല്ല, ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മസാലക്കൂട്ടാണ് കേട്ടോ ഈ കിളിമീൻ ഫ്രൈക്ക് നമ്മൾ ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കിളിമീൻ ക്ലീൻ ചെയ്ത് നല്ലതുപോലെ പുറംഭാഗമൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഫ്രൈക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. 1.5 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനേഗർ ഇല്ലെങ്കിൽ നാരങ്ങാനീരോ പുളിയോ എന്താണേലും കുഴപ്പമില്ല, ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞു വരണം. ഒരുപാട് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നോക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വെള്ളം ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ, ഒരുപാട് വെള്ളമായി പോകരുത്. ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഈ മസാല നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി മസാല ഉണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ, പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല. ഉൾഭാഗത്തേക്കൊക്കെ മസാല പുരട്ടി കൊടുക്കാവേ. മീനിൽ മസാല പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ, എന്നാൽ മാത്രമേ മസാല മീനിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളേ. ഞാനിവിടെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിന് നമുക്ക് അടച്ച് മാറ്റി വെക്കാവേ. ഫ്രീസറിൽ വെക്കണം എന്നില്ല കേട്ടോ. മീൻ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുക്കാവേ. ഈ 2 മീൻ ഫ്രൈ ആയതിനു ശേഷം ഒരെണ്ണം കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. വലിയ മീനായതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മീനിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് വരാനുള്ളതാണ്. അതല്ലെങ്കിൽ മീനിൻ്റെ പുറം ഭാഗം പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. മീനിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വേകണം. 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ എന്നാലും ഒന്നും കൂടി ഒന്ന് മറിച്ചിടും. ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ എടുക്കാറുള്ളൂ. ഒരു ശീലമായിപ്പോയി. ഇനി നമുക്ക് മീൻ കോരിയെടുക്കാവേ. ബാക്കിയിരിക്കുന്ന ആ മീനും കൂടി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നുള്ളൂ. കിളിമീനും നല്ല നെയ്യുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ കിളിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്